സെക്കൻഡ് ഇയർ ബ്യൂട്ടി തെറാപ്പിസ്റ്റിലെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് സലൂൺ റിസപ്ഷനിസ്റ്റ്. ഒരു ഉപഭോക്താവ് ഒരു സലൂണിൽ പ്രവേശിക്കുമ്പോൾ ബന്ധപ്പെടാൻ ഉള്ള ആദ്യ പോയിന്റാണ് സലൂൺ റിസപ്ഷനിസ്റ്റ്. ഒരു സലൂണിൻ്റെ ഇമേജിനെ വ്യക്തിപരമായും ഫോണിലും പ്രതിനിധീകരിക്കുന്നു. കൂടാതെ റിസപ്ഷനിൽ പുഞ്ചിരിക്കുന്നതും ഊഷ്മളവുമായ വ്യക്തിത്വം കാണുമ്പോൾ ഉപഭോക്താക്കൾക്ക് സുഖം തോന്നും. അവർ വക്താക്കളാണ്, കാരണം അവർ കൂടിക്കാഴ്ചകൾ ബുക്ക് ചെയ്യുകയും സേവനം ഷെഡ്യൂൾ ചെയ്യുകയും പേയ്മെൻറ്റുകൾ പ്രോസസ്സ് ചെയ്യുകയും ഉപഭോക്താക്കളെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. ക്വാളിറ്റീസ്. ഒരു റിസപ്ഷനിസ്റ്റ് ധാരാളം ആളുകളുമായി പ്രവർത്തിക്കണം. അവൾക്ക് പുഞ്ചിരിക്കുന്ന മുഖവും സൗഹൃദ സ്വഭാവവും ഉണ്ടായിരിക്കണം. സലൂൺ നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് അവൾക്ക് അറിവുണ്ടായിരിക്കണം. നല്ല ഭരണ നൈപുണ്യമുണ്ടായിരിക്കണം. ഇനി സലൂൺ റിസപ്ഷനിസ്റ്റിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാം? ഫോൺ കോളുകൾക്ക് മറുപടി നൽകുക, കൂടിക്കാഴ്ചകൾ ഷെഡ്യൂൾ ചെയ്യുന്നു, ക്ലയൻറ്റിനെ സ്വാഗതം ചെയ്യുക, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക, പണവും ക്യാഷ് രജിസ്റ്ററുകളും കൈകാര്യം ചെയ്യുന്നു, കൂടിക്കാഴ്ച സ്ഥിരീകരിക്കുന്നതിന് വിളിക്കുക, ആവശ്യമുള്ള ഒരു സ്റ്റൈലിസ്റ്റിനെ സഹായിക്കുക. പോസിറ്റീവായ ഒരു ഇമേജിന് മനോഹരവും ആകർഷകവുമായ ഭാവം നിലനിർത്താൻ ഗ്രൂമിംഗ് അശക്തമാണ്. മുടി വൃത്തിയുള്ളതും സ്റ്റൈലും ആയിരിക്കണം. നഖങ്ങൾ, ചർമ്മം, പല്ലുകൾ എന്നിവ വൃത്തിയായി സൂക്ഷിക്കണം. സ്വാഭാവിക മേക്കപ്പ് ധരിക്കുക, മൃദുവായ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുക, വളരെയധികം ആഭരണങ്ങൾ ഒഴിവാക്കുക, വൃത്തിയുള്ള വസ്ത്രങ്ങളും പാദരക്ഷകളും ധരിക്കുക. ക്ലയൻറ്റ് കെയർ. ഒരു സലൂൺ റിസപ്ഷനിസ്റ്റിൻ്റെ മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യുക, അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ്സ് ബുക്ക് ചെയ്യുക. ഇതിനെല്ലാം പ്രോംപ്റ്റ് ആയിട്ടുള്ള ആക്ഷൻ, നല്ലൊരു ഓർഗനൈസിങ് കപ്പാസിറ്റി സ്കിൽ, അതുപോലെ തന്നെ നല്ലൊരു പോസിറ്റീവ് ബിഹേവിയർ അത്യാവശ്യമാണ്. അപ്പോയിൻമെൻറ്റ്സ് ബുക്ക് ചെയ്യുന്നത് നമ്മൾ ഫോണിൽ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ത്രൂ കമ്പ്യൂട്ടർ ആയിരിക്കും. കമ്പ്യൂട്ടറാണ് ഇപ്പോഴത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെത്തേഡ് ഒരു അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്യാൻ. ഇനി കോൾസ് എടുക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? എപ്പോഴും ഹാപ്പി ആയിട്ട് സന്തോഷത്തോടുകൂടി വളരെ പൊളൈറ്റ്ലി ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കണം. അതുപോലെ തന്നെ നല്ലൊരു ശ്രോതാവുക. ഒരു നല്ല പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കി വെക്കുക കസ്റ്റമേഴ്സുമായിട്ട്. സംസാരിക്കുന്നതും കേൾക്കുന്നതും ശരീരഭാഷ ഉപയോഗിക്കുന്നതും ഉൾപ്പെടുന്ന നന്നായി ആശയവിനിമയം നടത്തുന്നത് ഒരു റിസപ്ഷനിസ്റ്റിന് അറിയണം. എന്താണ് പറയേണ്ടതെന്ന് അറിയുകയും എല്ലാ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും മനസ്സിലാക്കുകയും ചെയ്യണം. ഗൈഡ് ലൈൻസ്. ക്ലയൻറ്റുകളെ അഭിവാദ്യം ചെയ്യുകയും കാലതാമസം ഉണ്ടെങ്കിൽ അവർക്ക് വെള്ളമോ ചായയോ വാഗ്ദാനം ചെയ്യുക. ഏതെങ്കിലും ക്ലയൻറ്റിൻ്റെ വിശദാംശങ്ങൾ മറ്റൊരാൾക്ക് ഒരിക്കലും വെളിപ്പെടുത്തരുത്. വെയിറ്റിംഗ് ഏരിയ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെന്നും മാഗസീനുകൾ ഉണ്ടെന്നും ഉറപ്പാക്കുക. തെറ്റായ ബുക്കിംഗ് ഉണ്ടായാൽ ക്ലയൻറ്റിനോട് ക്ഷമ ചോദിക്കുക. നിയുക്ത ഏരിയയിലേക്ക് ക്ലയൻറ്റിനെ സഹായിക്കുക. ഈ കാണുന്നത് ഒരു മോഡൽ റിസപ്ഷൻ ഏരിയയാണ്. മെയിൻറ്റെയിനിങ് ദ റിസപ്ഷൻ ഏരിയ. അതിൻ്റെ ആദ്യമായിട്ട് ഫ്രണ്ട് ഡെസ്ക്.
ഒരു ക്ലയൻറ്റിന് സലൂണിൻ്റെ ആദ്യ മതിപ്പ് ലഭിക്കുന്നത് ഈ മേഖലയിലാണ്. സീറ്റിംഗ് ഏരിയ, ക്ലോക്ക് റൂം, ചൂടുള്ളതും തണുത്തതുമായ പാനീയങ്ങൾ, പത്രങ്ങൾ, മാസികകൾ, റീറ്റെയിൽ ഡിസ്പ്ലേകൾ എന്നിവ സ്വീകരണ സ്ഥലത്തെ സൗകര്യങ്ങൾ ഉൾപ്പെടുന്നു. അത് വൃത്തിയും വെടിപ്പും നന്നായി ചിട്ടപ്പെടുത്തി ഇരിക്കണം. അപ്പോയിൻമെൻറ്റിൻ്റെ രജിസ്റ്ററുകൾ, ടെലിഫോൺ, സ്റ്റേഷനറി തുടങ്ങിയവ സൂക്ഷിക്കാൻ ഇതിന് മതിയായ ഇടം ഉണ്ടായിരിക്കണം. റീറ്റെയിൽ ഏരിയ വളരെ പ്രാധാന്യമുള്ള ഒരു ഏരിയയാണ് റീറ്റെയിൽ ഏരിയ. ഇതിൽ പ്രോഡക്ട്സ് നമ്മൾ നല്ല രീതിയിൽ സിമ്പിളായിട്ടും ക്ലീനായിട്ടും ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു സ്ഥലമാണ് റീറ്റെയിൽ ഏരിയ. ക്ലയൻറ്റിന് എപ്പോഴും അത് എടുക്കാനും അതുപോലെ തന്നെ ലേബലുകൾ വായിക്കാനും ഉള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. ആ തരത്തിലാവണം പ്രോഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. സ്റ്റോറേജ് ഏരിയ രേഖകൾ വൃത്തിയും കാലക്രമവും ഫയലുകളിൽ സൂക്ഷിക്കുകയും ശരിയായി സൂക്ഷിക്കുകയും വേണം. എപ്പോൾ വേണമെങ്കിലും എളുപ്പത്തിൽ എടുക്കാവുന്ന തരത്തിൽ അവയെ ലേബൽ ചെയ്യുകയും സൂക്ഷിക്കുകയും വേണം. അടുത്തതായി വെയിറ്റിംഗ് ഏരിയ. ഇത് വൃത്തിയും അസുഖകരമായ കാര്യങ്ങളും ഇല്ലാതെ ആയിരിക്കണം. മാസികകളും പത്രങ്ങളും ഭംഗിയായി സൂക്ഷിക്കണം. കോഫി മെഷീനുകൾ വൃത്തിയുള്ളതും പ്രവർത്തിക്കാൻ എളുപ്പമുള്ളതും ഉള്ളതായിരിക്കണം. ക്ലയൻറ്റിന് വെള്ളം വാഗ്ദാനം ചെയ്ത് അവർക്ക് സുഖമായി ഇരിക്കുക എന്നും കൂടി ഉറപ്പാക്കണം. പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് ഇത് വളരെ ശ്രദ്ധയോടും ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. റിസപ്ഷനിസ്റ്റ് ടാക്സ് സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചും മെഷീൻ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചും നല്ല അറിവുണ്ടായിരിക്കണം. നേരിട്ടുള്ള പണമിടപാട്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് സംവിധാനം, ലോയാലിറ്റി കാർഡ് തുടങ്ങിയവയാണ് വിവിധ ഇനം പണ ഇടപാട് സംവിധാനങ്ങൾ. ക്യാഷ് ബോക്സിൽ മതിയായ മാറ്റം നിലനിർത്തണം. ഇൻവോയ്സുകൾ ശ്രദ്ധാപൂർവം സൃഷ്ടിക്കണം. റിസപ്ഷനിസ്റ്റ് ബില്ലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം കൃത്യമായി കൊടുക്കണം. സലൂണിൽ ഉണ്ടാകുന്ന കടുത്ത പ്രശ്നങ്ങൾ, കേടായ കറൻസികൾ, നിരസിക്കൽ കാർഡുകൾ, കേടായ ചെക്കുകൾ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കസ്റ്റമേഴ്സ്, കേടായ ഉപകരണങ്ങൾ എന്നിവയെക്കുറിച്ച് സലൂണിലെ ഉയർന്ന അധികാരികളെ സമയാസമയത്ത് അറിയിക്കേണ്ടതാണ്. രഹസ്യാത്മക വിവരങ്ങൾ, പാസ്വേഡ് എന്നിവ റിസപ്ഷനിസ്റ്റ് വെളിപ്പെടുത്തേണ്ടതല്ല. സ്വൈപ്പിംഗ് മെഷീൻ എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്ന് അവർ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഷിഫ്റ്റ് അവസാനിക്കുമ്പോൾ അവർ പണവും റെസിപ്റ്റും നിയുക്ത ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുക. ഗിഫ്റ്റ് വൗച്ചറുകൾ വിൽക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനും ഉള്ള സലൂൺ നടപടിക്രമം അവർ അറിഞ്ഞിരിക്കണം. ഇന്ന് നമ്മൾ പഠിച്ചത് സലൂൺ റിസപ്ഷനെ കുറിച്ചാണ്. എല്ലാവർക്കും പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി.